സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ഫിഗർ ചെയ്യുന്നൊരു പരിപാടി. അപ്പം ഫിഗറായിട്ട് വന്നു. പക്ഷേ സഖാവ് വരുന്ന പാട്ട് പറഞ്ഞാൽ മന്മദരാസ ഇതിന് ആള് ഡാൻസ് ചെയ്ത് വന്നു. പെട്ടെന്ന് മുമ്പ് നിർത്തടാ, ഈ വയലിന്റെ നടുക്കൂടെ, ഞങ്ങൾ വയലിന്റെ നടുക്കാനുള്ള പരിപാടി. ഞങ്ങളിങ്ങനെ ഓടുമ്പോ ഞങ്ങളെ മുമ്പിൽ ഒരാൾ ഓടണേ കിരീടൊക്കെ വെച്ചിട്ട്. പിന്നെ അത് ഒന്നാമത്തെ പരിപാടി എന്നെ മുഞ്ചിന്നുള്ള ബസ് ഇറങ്ങിയിട്ട് സ്കൂളിലേക്ക് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ നടക്കണം. അപ്പൊ ഈ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് നമ്മളന്ന് ഇങ്ങനെ ഒരു കലാകാരൻ, ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലില് കുട്ടികൾക്കൊക്കെ അറിയാം. സ്കൂളിലൊരു ജനകീയൻ എന്താണ് സുഖല്ലേ ആ ലെവലിൽ പോകുന്ന സമയത്താണ് അങ്ങനെ ഒരു മാൻപേടയെ പോലെ ഒരു കുട്ടിയെ കണ്ടു. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 4 മക്കളാണ്. പിന്നെ എനിക്ക് ഞങ്ങൾ 3 പെൺകുട്ടികളും ഞാനൊരു ആണോ. ഏറ്റവും ഇളയാളാണോ അതോ? അല്ല, ഞാൻ 3ാമത്തെ ആളാണ്. ഉണ്ട് 2 ചേച്ചിമാരും. 2 ചേച്ചിമാർ. എല്ലാരും വിവാഹം കഴിച്ചു, എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അതിലിപ്പോ ഒരാളില്ല, ഒരാള് മരിച്ചുപോയി. ചെറിയ ട്രാജഡിയാണ് ലൈഫിലുണ്ടായ. പക്ഷെ നമ്മളെന്താ പറയാ, ലൈഫിൽ അത് വല്ലാത്തൊരു ട്രോമയായി പോയി. കുറെ കാലം നമ്മളന്ന് എന്താ പറയാ റിക്കവർ ചെയ്യാൻ ഒരുപാട് സമയം എടുത്തല്ലേ? സമയമെടുത്തു എന്ന് പറഞ്ഞാൽ, അതായത് അത് പിന്നീട് അത് എപ്പോഴും എന്താ പറയാ, ഒരു നമ്മളെപ്പോഴും ബോണ്ട് ചെയ്യും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അത്രയും നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ. ഇപ്പോഴും കോഴിക്കോട് മോർച്ചറി കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് തന്നെ എന്തെങ്കിലും ശരീരത്തിൽ കൂടെ ഇങ്ങനെ എന്തോ കേറുന്നു. സ്വന്തമായിട്ട് പറഞ്ഞു, ജോലിക്ക് കയറി നമ്മൾ ആദ്യത്തെ ശമ്പളം വാങ്ങുന്നതിന് മുമ്പേ അമ്മ മരിച്ചു. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിൻ ബറുവ. ഇന്ന് ഞാനുള്ളത് കോഴിക്കോടാണ്. എന്താ പറയുക, കലാകാരന്മാരുടെയും ഒരുപാട് സ്നേഹനിധികളായ മനുഷ്യന്മാരുടെയും സ്വന്തമായ നാട് കോഴിക്കോട്. കൽബിൽ തേനൊഴുകുന്ന കോഴിക്കോടെന്നാണ് പറയുന്നത്. കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ പ്രദീപ് ബാലൻ, പ്രദീപേട്ടനാണ് ഇന്ന് അതിഥിയായിത്തിയിരിക്കുന്നത്. സ്വാഗതം. താങ്ക് യു. അപ്പം എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അടിപൊളിയായിട്ട് പോകുന്നു. നമ്മൾ ഉന്തി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങള് എന്താ പറയാ, കൽബിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഇന്റർവ്യൂ പറഞ്ഞ പോലെ, കൽബിൽ തേനൊഴുകുന്ന കോഴിക്കോടെന്നാണ് പറയുന്നത്. അത്രയും സ്നേഹനിധികളായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കോഴിക്കോട്. അത് ഒരു എന്താ പറയാ, അത് ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹവും ആ ഒരു അഫക്ഷനും എന്ന് പറയുന്നത് അത് വേറൊരിടത്തും കിട്ടിയിട്ടില്ല. അത് കോട്ടുകാരുടെ ബ്ലഡിലുള്ള ഒരു സാധനം. അതെ 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 അതെ. എന്താ നിർമ്മല ഹൃദയം ഉള്ളവരെന്നാണ് അല്ല അങ്ങനെ പറയുന്നത്. സത്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യം തന്നെ കേട്ടോ. ഞാൻ കോട്ടയമാണ്, ഇടയാറ്റുപേട്ടയാണ്. പക്ഷേ കാലിക്കട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, അതൊരു മനുഷ്യന്മാര് വേറെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ വന്ന് കുറച്ചു കാലം ജീവിച്ചു കഴിഞ്ഞാല് തിരിച്ചു പോയാലും ഇവിടേക്ക് വിളിക്കും. നമ്മൾ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് കാട് വീണ്ടും മാടി വിളിക്കുന്ന അങ്ങനെ എന്തോ ഒരു സാധനം ഇവിടെ ഒരു അഫക്ഷൻ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നാടിന്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടുത്തെ മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്. ഭക്ഷണം, എസ്പെഷ്യലി ഭക്ഷണത്തേക്കാൾ കൂടി ഒരു സ്നേഹമുണ്ട്. എപ്പോഴും ഹൃദയത്തിലൊരു സ്നേഹം ഒളിപ്പിച്ചു വെച്ച്, അതായത് എന്താ പറയാ, മറ്റൊരാളുടെ നാശം കാണാൻ ആഗ്രഹിക്കാത്ത ഒരു സമൂഹമാണ് ഇപ്പൊ നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ളൊരു നഗരം. ഇനി കോഴിക്കോട് മാത്രം നമ്മൾ പുകഴ്ത്തുന്നു പറയാൻ ഇനി ഒരു അഭിപ്രായം വേണ്ട. ഓൾറെഡി റീൽസ് തുറന്നാൽ തീർച്ചയായിട്ടും. അപ്പോ എങ്ങനെ പോകുന്നു ഇപ്പൊ നിലവിൽ കാര്യങ്ങൾ? എന്താ പറയാ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് സിനിമകളൊക്കെ ചെയ്തു. ഒരു 40-നും 50-നും ഇടയിലുള്ള സിനിമകളായി. പിന്നെ എന്താ, സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്, ചാനൽ പരിപാടികൾ, പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് കാണാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്. അതിലൊക്കെ എങ്ങനെ സമയം കണ്ടെത്തുന്നത്? ഇതിനിടയിൽ എന്താണെന്നറിയോ, ഫ്രീ ആയിട്ട് എവിടെയെങ്കിലൊക്കെ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. തീർച്ചയായും നമുക്ക് ഈ മേഖല അല്ലാതെ വേറൊരു പരിപാടി അറിയില്ല. അതെ. അപ്പൊ പിന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമയം വരെ വെറുതെ കളയരുത് എന്നുള്ളതുകൊണ്ട്
കിട്ടുന്ന സമയങ്ങളിൽ ചിലപ്പോൾ അതിപ്പോ റീൽസ് ആണെങ്കിൽ പോയി റീൽസ് ഫ്രം ദി മൊമെന്റ് എൻജോയ് ചെയ്ത് ജീവിക്കുക അല്ലെ, അത്രേ ഉള്ളൂ നമുക്കൊരു ലൈഫ്. അതെ, എന്ന് വിളിക്കുന്നു ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഉള്ള സമയത്ത് അടിച്ചു പൊളിച്ച് തീർച്ചയായും അല്ലെ, ഒരു നെഗറ്റീവ് എനർജി ഇല്ല, ഫുൾ ഓഫ് പോസിറ്റീവ്. അത് മതി നമ്മള് കോഴിക്കോട്ടുകാര്. കോഴിക്കോട്ടുകാർ ഇത് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ദാസേട്ടൻ കാലിക്കറ്റിനാണ്. ദാസേട്ടൻ കാലിക്കറ്റ് എന്ന് പറയും, നമ്മളെ കോഴിക്കോട്ടുകാര് അടിക്കുക പൊളിക്കുക പൊളിച്ചെടുക്കുക ആ ഒരു മനുഷ്യൻ. അത് ഇതുപോലെ തന്നെ ആ കോഴിക്കോടിന്റെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. എനിക്കത് പലതവണ തോന്നിയിട്ടുണ്ട്. സത്യം സത്യം. അപ്പോ എന്താ കോഴിക്കോട് വന്നിട്ട് ബിരിയാണി കഴിച്ചോ? കോഴിക്കോട് വന്നിട്ട് ഇന്ന് സത്യം പറഞ്ഞാൽ പാരഗണി പോയി കഴിക്കണം. ഞാൻ എല്ലാ പാരഗണിയിലും കഴിച്ചിട്ടുണ്ട്, റഹ്മത്തിൽ നിന്നും കഴിച്ചിട്ടുണ്ട്, ബീഫ് ബിരിയാണി രണ്ടിടത്തും കഴിച്ചിട്ടുണ്ട്. എനിക്ക് രണ്ടിടത്തെയും ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇന്ന് പാരഗണിയിൽ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞു, സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞ ഇതിനു മുമ്പ് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, ഷൂട്ട് തീർന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ തീർന്നില്ലാത്തത് കൊണ്ട് അവസാനം ഊണ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഏതാ നമ്മള് ദേവി വിലാസം കൊയിലാണ്ടി, ദേവി വിലാസം എന്ന് പറഞ്ഞൊരു ഹോട്ടല്. കൊള്ളാം, നല്ല ഫുഡായിരുന്നു, നല്ല ഫുഡാണ്. എന്തായാലും കോഴിക്കോടിന്റെ ഫുഡിനെ കുറിച്ച്, ഫുഡിന്റെ മഹാത്മ്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നതിൽ എന്താ പറയോ, നമുക്ക് ഈ ഹോട്ടലിൽ കിട്ടുന്ന ബിരിയാണിയേക്കാളും ഇവിടെ കോഴിക്കോട്ടെ കല്യാണ വീടുകളിൽ കിട്ടും. ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ബിരിയാണി കിട്ടും. ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ, ഈ കർക്കിടക മാസമൊക്കെ വരുമ്പോൾ പൊതുവെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഈ കല്യാണങ്ങളും വീട് താമസങ്ങളൊക്കെ ഉണ്ടാവില്ല, കാരണം കർക്കിടക മാസം. നേരെ കുറച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ കല്യാണങ്ങൾ നടക്കും, പാല് കാച്ച്, എല്ലാ പരിപാടികളും. ആ സമയത്ത് നമുക്ക് നല്ല മഴ പെയ്യുമ്പോൾ കിട്ടുന്ന ബിരിയാണി ഉണ്ട്. അതുപോലെ നെയ്ച്ചോറും ബീഫിന്റെ ഇഷ്ടു കറിയും. ബീഫിന്റെ ഇഷ്ടു അത് ഇവിടുത്തെ ഒരു വേറൊരു ലെവൽസ് ആണ്. അത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്താ സംഭവം? എന്താ അത് കല്യാണ വീടുകളിൽ തരി അല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട്ടെ തരി സാധനം നമ്മുടെ കയ്യില്. അപ്പൊ അതെങ്ങനെ ചൂടുള്ള നെയ്ച്ചോറും നമ്മളെ സാധാ ഇഷ്ടു അറിയാലോ, അതില് ബീഫ് നല്ല ഇഷ്ടു എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലായില്ല സത്യം. നമ്മളെ തേങ്ങാപ്പാലൊക്കെ അരച്ചിട്ട് വെള്ള കുറുക്കി എടുക്കുന്ന വൈറ്റ് കളറിലുള്ള കറിയില്ലേ, മനസ്സിലായി. കുറുമ എന്ന് വേണേ പറയാം. ഈ സാധനം ഇത് ബീഫിൽ കിട്ടും. അത് വേറെ ലെവൽ ഈ സാധനം ഇപ്പൊ കല്യാണം വീട്ടിൽ പോയാൽ മതി. കാര്യം എന്താ വെച്ചാല് നമുക്ക് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മള് കഴിക്കുന്നതിനനുസരിച്ച് നമ്മളെ ടേബിളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെന്താണ് ഇവിടുത്തെ നമ്മുടെ രുചികൾ? ഇവിടെ എന്ത് രുചികളില്ലാത്ത ഫുഡ്. കുറ്റിച്ചിറ, കുണ്ടുങ്ങൽ, അങ്ങനെ കുറെ ഏരിയകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങൾ കിട്ടും. ഈ വൈകുന്നേര കടികൾ, അതായത് ചിക്കനും മട്ടനിലും ബീഫിലും ഒക്കെ ഉണ്ടാക്കാൻ പല ടൈപ്പ് ഓഫ്. തലശ്ശേരി ഉണ്ട്, പക്ഷെ ഇവിടെ കോഴിക്കോട് നമുക്ക് പേര് പോലും അറിയാത്ത കുറെ സാധനങ്ങളുണ്ട്. ഈ നോമ്പ് കാലങ്ങളിലൊക്കെ ഈ പലഹാരങ്ങളുടെ സമയമാണല്ലോ. നോമ്പ് തുറ ഐറ്റംസിൽ ഇങ്ങനത്തെ ഒരുപാട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഒരു മെയിൻ ഉദ്ദേശം. അതാണ്. അപ്പം നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റിന്റെ നമ്മുടെ രീതി എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ നമ്മുടെ ജനനം തൊട്ടുള്ള, അപ്പൊ ബഹുഭൂരിപക്ഷം പറഞ്ഞാൽ ജനനം എവിടെയാന്ന് ചോദിക്കുമ്പോൾ അതൊരു ഹോസ്പിറ്റലില്ല, അത് പറയരുത്. ഫ്രഷേ ഞാൻ പറയും. ഫ്രഷേ എന്റെ അവിടെ നമുക്ക് എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പത്തിൽ കുട്ടിയായിരുന്നു, അറിയാലോ. ഇതിനപ്പുറം ചാടായിരുന്നു എന്റെ സെക്കൻഡ് ഫ്ലോറാ. ഓക്കെ, അതുകൊണ്ട് വലിയ ഇത് വരികയല്ല. ജനിച്ചത് കോഴിക്കോടാണ്, കോഴിക്കോട്ടുകാരാണ്. അച്ഛൻ ജനിച്ചപ്പോ കുട്ടിയായിരുന്നു. ഒന്നും പറയാതെ കേട്ടുകൊണ്ടേയിരിക്കും. അതിനിടയ്ക്ക് റെഡ് എഫ് എമ്മിൽ പോയിട്ടുണ്ട്, അതൊക്കെ വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതെ. അപ്പം ജനിച്ചത് കോഴിക്കോടാണ്. അച്ഛൻ തൃശ്ശൂരാണ്, സ്ഥലം തൃശ്ശൂർക്കാരാണ്. അപ്പൊ ഒരു പകുതി കോഴിക്കോടും പകുതി തൃശ്ശൂർക്കാരനാണെന്ന്. അപ്പം നമ്മളൊരു ഭാഗ്യം അതാണ് കേട്ടോ. ഈ കോഴിക്കോട് ഭാഷയും അവിടെയും പറയാൻ പറ്റും, തൃശ്ശൂരും പറയാൻ പറ്റും. അപ്പൊ അത് തൃശ്ശൂരിലൊരു കുറച്ചു കാലം സംസാരിച്ചു. നീ പറയടാ, ഇവരെല്ലാം തൃശ്ശൂരാ. രണ്ടുപേരും തൃശ്ശൂരാ. ഇവൻ കോട്ടയം തന്നെയാ, അവർ രണ്ടുപേരും തൃശ്ശൂരാ. അപ്പോ എന്നിട്ട് അങ്ങനെ അച്ഛൻ എന്തായിരുന്നു ചെയ്യുന്നത്? അച്ഛൻ പിന്നെ ഞാൻ എന്റെയൊക്കെ ചെറുപ്പകാലത്താണ് ഞങ്ങള് ശരിക്കും പറഞ്ഞോളൂ. ഞാനൊക്കെ കുറെ കാലം തൃശ്ശൂരായിരുന്നു. അപ്പം അച്ഛന് സാധാരണ കൂലിപ്പണിയും പരിപാടികളൊക്കെ ആയിരുന്നു. അവിടെ തൃശ്ശൂർ ഒരു ഐസ് കമ്പനിയിലൊക്കെ ആയിരുന്നു പറഞ്ഞത്. പിന്നെ അമ്മ വീടാണ് ശരിക്കും പോയത്. പിന്നെ ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്
ഞങ്ങൾ 4 മക്കളാണ്. പിന്നെ എനിക്ക് ഞങ്ങൾ 3 പെൺകുട്ടികളും ഞാനൊരു ആണോ. ഏറ്റവും ഇളയാളാണോ അതോ? അല്ല, ഞാൻ മൂന്നാമത്തെ ആളാണ്. മൂന്നാമത്തെ. എനിക്ക് താഴെ ഒരാൾ ഉണ്ട്. 2 ചേച്ചിമാരും. 2 ചേച്ചിമാരും. എല്ലാരും വിവാഹം കഴിച്ചു, ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അതിലിപ്പോ ഒരാളില്ല, ഒരാള് മരിച്ചുപോയി. ചെറിയ ട്രാജഡിയാണ് ലൈഫിലുണ്ടായ. ഒരു എക്സാം ഫെയിലിയർ അല്ല അത് എക്സാം ഫെയിലിയറിൽ ആള് സ്വയം അങ്ങ് തീരുമാനിക്കുകയായിരുന്നു ചെയ്തു. സൂസൈഡ് ചെയ്തല്ലേ? എന്താ സംഭവിച്ചത്? എന്താ അത് അല്ല, അവിടെ കോഴിക്കോട് ഇവിടെ ബിഫാമിന് പഠിക്കുകയായിരുന്നു, ഫാർമസി കോഴ്സ്. പേരെന്തായിരുന്നു? പ്രവീണ എന്നാണ് പേര്. എക്സാമിൽ ഫെയിലായി. അതൊരു പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോയി. നിങ്ങളൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു വീട്ടിലില്ല? ഞാനൊക്കെ അന്ന് 10th പഠിക്കുന്ന സമയമാണ്, 10ാം ക്ലാസ് പഠിക്കുന്ന, എക്സാം എഴുതാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം കുട്ടി എത്രയിലായിരുന്നു ആ സമയത്ത് പഠിക്കുന്നത്? പ്രവീണ ഫാർമസി കോഴ്സ് പഠിക്കായിരുന്നു ഇവിടെ കോഴിക്കോട്. ചേച്ചിയായിരുന്നല്ലോ. എനിക്ക് മൂത്തത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് പരാജയപ്പെട്ടു. അതെ. അത് താങ്ങാൻ പറ്റിയില്ല. അത് ലൈഫിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കുറെ കാലം നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായി. പിന്നെ ഉള്ളത് വേറൊരു ചേച്ചി നിലമ്പൂരേക്ക് കല്യാണം കഴിച്ചു പോയി, പ്രഭിത. പിന്നെ എനിക്ക് താഴെ പ്രത്യുഷ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അനിയത്തി. അവര് ഇവിടെ അന്നശ്ശേരിയാണ്, കോഴിക്കോട് തന്നെയാണ്. അങ്ങനെയൊക്കെ കുഴപ്പമില്ലാതെ. അത് പറഞ്ഞപ്പോ ഒരു ഡള്ളായല്ലേ? പെട്ടെന്ന് ഒരു ഇതിലേക്ക് ചിന്തിക്കണ്ട. അത് ദൈവം തീരുമാനിച്ചിരിക്കുന്ന പോലെ നടക്കും. അതിപ്പോ നമ്മൾ എന്തൊക്കെ കൈകടത്തിയാലും അത് സംഭവിക്കും. തലയിൽ വരച്ചിരിക്കുന്ന എന്താണോ അതേ സംഭവിക്കുള്ളൂ. അതെ. പക്ഷെ നമ്മളെന്താ പറയാ, ലൈഫിൽ അത് വല്ലാത്തൊരു ട്രോമയായി പോയി. കുറെ കാലം നമ്മളൊന്ന് എന്താ പറയാ റിക്കവർ ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു എന്ന് പറഞ്ഞാൽ, അതായത് അത് പിന്നീട് അത് എപ്പോഴും എന്താ പറയാ, ഒരു നമ്മളെപ്പോഴും ബോണ്ട് ചെയ്യും. അതാണ് അത്. അങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, നമ്മളെ അത്രയും നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ. അല്ല, അത് എങ്ങനെയാ അപ്പൊ അറിയുന്ന എങ്ങനെയാ പ്രതിവേട്ടൻ? പ്രതിവേട്ടൻ ഓൾറെഡി ആ സമയത്ത് പഠിച്ചോണ്ടിരിക്കുക. ഞാൻ അന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ലാസ്റ്റ് എക്സാമിന്റെ തലേന്നാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം വിളിച്ചു പറയുമായിരിക്കും അല്ലെ ആരെങ്കിലും? അതോ എന്നെ വിളിച്ചോണ്ട് പോവുകയാണ് ചെയ്തത്. ആ സമയത്തൊന്നും പറയുന്നില്ല, പറയാതെ. നമ്മള് ചിന്തിക്കാൻ പോലും. ഇപ്പോഴും കോഴിക്കോട് മോർച്ചറി കാണുമ്പോ ഭയങ്കര പ്രശ്നമാണ്. കാര്യം അത് ഞാൻ അതിന്റെ മുമ്പ് നിന്നാണ് അറിയുന്നത്. നമുക്കിതെന്താണെന്നും അറിയില്ല, ഇത് മോർച്ചറിയാണെന്നും അവിടെ എന്താ. എനിക്ക് തന്നെ എന്തെങ്കിലും ശരീരത്തിൽ കൂടി ഇങ്ങനെ എന്തോ കേറുന്നു, സ്വന്തമായിട്ട് പറഞ്ഞു. അത് അനുഭവിച്ചവർക്കല്ലേ മനസ്സിലാവുള്ളൂ. തീർച്ചയായും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. തീർച്ചയായും നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോ ഈ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത്, അതിനു മുമ്പ് നമ്മൾ ചോദിക്കേണ്ടത് ചെറുപ്പ കാലഘട്ടം. അപ്പം അത്യാവശ്യം എനിക്ക് തോന്നുന്നത് കൂലിപ്പണി കാര്യങ്ങളാകുമ്പോൾ അത്യാവശ്യം ഒരു ശരി വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ചെറിയൊരു വീടായിരുന്നു. കാര്യം ഒരു ഓടിട്ട ചെറിയൊരു വീട്, മഴ പെയ്താൽ ചോർന്നൊലിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അമ്മ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ? അമ്മ ജോലിക്കൊക്കെ പോകും. അമ്മ അങ്ങനെ ചെറിയ വീടുകളിലൊക്കെ പണിക്ക് പോകും. പിന്നെ അതുപോലെ ഈ കസേര മുടയാന്ന് പറയും, അങ്ങനത്തെ പണികളൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയത്. അല്ല, എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ സ്വാഭാവികമായിട്ടും എല്ലാവരെയും ഹോണ്ട് ചെയ്യുന്ന ഇപ്പൊ ഒരു ഹോണ്ട് ചെയ്യുന്നൊരു ഇത് പറഞ്ഞു, അത് എന്ന് പറയുന്നത് ട്രോമ ആയിട്ടുള്ള ഹോണ്ടിങ് ആണ്. അല്ലാതെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുണ്ട്? അതായത് വിഷമപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ളതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന? തീർച്ചയായിട്ടും. അത് സത്യം പറഞ്ഞാൽ മിക്ക കലാകാരന്മാരുടെ ഉള്ളിൽ ഇതേപോലെ. പിന്നെ ഞാൻ ഒരു 10-45 ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറയുമ്പോൾ ഇവരുടെ കഥകൾ വ്യത്യസ്തമാണ്. ബഹുജനം പലവിധം എന്ന് പറയുന്നത് പോലെ ഓരോ മനുഷ്യന്മാരുടെയും ജീവിതവും അവരുടെ ജീവിത രീതികളും അവർ കടന്നു വന്ന വഴികളും എല്ലാം വ്യത്യസ്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ 10ാം ക്ലാസ്സിലാണ് ചേച്ചി മരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാനൊരു ഡിഗ്രി കാലം കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ കോളേജിൽ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ജോലിക്ക് കയറി. ആദ്യമായിട്ട് റെഡ് എഫ്എമ്മിൽ RJ ആയിട്ട് എനിക്ക് ജോലി നിന്നിട്ടുണ്ടല്ലേ? കേട്ടുകൊണ്ടേയിരിക്കും. അതെ. അപ്പോൾ ജോലിക്ക് കയറി നമ്മൾ ആദ്യത്തെ ശമ്പളം വാങ്ങുന്നതിന് മുമ്പേ അമ്മ മരിച്ചു. അത് നമ്മളെ വളർത്തിയ ഒരാൾ, നമുക്ക് കിട്ടിയ ഒരു വരുമാനം ആദ്യമായിട്ട് നമ്മൾ ഒരാളെ ഏൽപ്പിക്കണം എന്ന് വിചാരിക്കുമല്ലോ, അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് നമ്മൾ.
അപ്പോൾ അതെന്താ എന്തായിരുന്നു? നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയുടെ ഒരു ഇതിന് ശേഷം വയ്യാത്തൊരവസ്ഥയായിരുന്നു, ഡള്ളായിരുന്നു. പിന്നെ ആള് ഒരു അസുഖമുള്ള ആളായിരുന്നു, ഹാർട്ടിന് ഒരു കംപ്ലൈന്റ് ഉള്ള ആളായിരുന്നു, പിന്നെ തൈറോയിഡിന്റെ ഒരു പ്രശ്നമൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടി ജീവിച്ച ഒരാളാണ്. അപ്പം ഈ ജോലിക്ക് കയറി ആദ്യത്തെ ശമ്പളം വാങ്ങുന്നതിന് മുമ്പ് അമ്മ മരിച്ചു. അത് കഴിഞ്ഞു. എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 5 വർഷം RJ ആയിട്ട് വർക്ക് ചെയ്തു. കോഴിക്കോട്, ഇവിടെ നമ്മുടെ കോഴിക്കോട് എന്റെ കല്യാണം കഴിഞ്ഞു. ആ സമയത്തൊക്കെ FM അത്രയും സെറ്റപ്പായിട്ട്, ഇപ്പോഴേക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാ നമ്മുടെ കാറുകളും എല്ലാം ഉള്ളത് കൊണ്ട് വളരെ വലിയ രീതിയിൽ എക്സ്പോഷർ കിട്ടും. അത്രത്തോളം ഒന്നും അല്ലേ ആയിട്ടില്ല. അന്ന് 2000 പിന്നെ 2007 കാലഘട്ടമാണ്, 18 വർഷം. അതൊന്നും FM ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ അറിയില്ല. പിന്നെയാണ് ആളുകൾ ഇതിലേക്ക്. പിന്നെ അതെ, തീർച്ചയായിട്ടും കേട്ടറിയാലോ. ഞാൻ ഈ റേഡിയോ വന്ന് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. അതെന്റെ സുഹൃത്ത് രാകേഷ് എന്ന് പറയുന്ന അവനാണ് എന്നെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ അതിലൊരു 5 വർഷം കാലം അടിപൊളിയായിട്ട് പോയി. അതിലെന്താണ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഫണ്ണായിട്ടുള്ള? അതില് ഈ നമ്മള് കേറുന്ന അന്നൊക്കെ എന്ന് പറഞ്ഞാല് ലൈവാണ്, നമ്മൾ സംസാരിക്കുന്ന സാധനം ലൈവാണ്. ഇന്നിപ്പം നമുക്ക് ഒരു 3-4 പാട്ടിന്റെ ഗ്യാപ്പിൽ റെക്കോർഡ് ചെയ്യാനുള്ള നമുക്ക് അടുത്ത് വിടാനുള്ള സാധനം തീർച്ചയായിട്ടും നമുക്ക് ആദ്യം പറഞ്ഞു വെച്ച് ആ പാട്ട് കഴിഞ്ഞ ഉടനെ കയറ്റി വിട്ടു. അന്ന് സോങ് കഴിയുന്നത് നമ്മൾ നോക്കി നിൽക്കണം. ആ സോങ് കഴിയലും നമ്മൾ ഫേഡർ താഴ്ത്തുന്നു, നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നു. അതിൽ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അത് ആൾക്കാർ കേൾക്കും. അതിന് വേറെ ചോദ്യമില്ല. അപ്പം അങ്ങനെ ഈ നമ്മൾ ചില കോളുകളൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഒരു തവണ ഞാൻ കയറിയ സമയം, അപ്പം ലാലേട്ടനെ പറ്റിയിട്ടുള്ള ഒരു കണ്ടന്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഓരോരുത്തരുടെ ജീവിതത്തിന്റെ ഓരോ ഇന്ന കാലഘട്ടത്തിൽ സിനിമ എത്തി, ഇത്ര സിനിമകൾ ചെയ്തു എന്നൊക്കെ പറയുന്ന പരിപാടിയാണ്. അപ്പൊ കോള് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. അപ്പൊ സോങ്ങിന്റെ ഗ്യാപ്പിൽ നമ്മൾ കോൾ എടുക്കും, എന്നിട്ട് ഇവരോട് പറയും. അല്ല, ഇത് ഇവര് തന്നെ വിളിക്കുന്നതാണോ അതോ നമ്മൾ ഓൾറെഡി ആളെ സെറ്റ് ചെയ്യുന്നതാണ്? എനിക്ക് ഭയങ്കര ഡൗട്ടാണ് അത്. ചില സമയങ്ങളിൽ ചിലപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ വരും, ചിലപ്പോൾ കോള് വരാത്ത പ്രശ്നം വരും, ലൈനിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ആരെങ്കിലും വിളിച്ച് സെറ്റ് ചെയ്യണം, നമ്മുടെ സുഹൃത്തുക്കളെയോ. അങ്ങനെ ചെയ്യുന്ന പരിപാടികളുണ്ട്. അതല്ലാതെ നമ്മൾ പാട്ടിന്റെ ഗ്യാപ്പിൽ കോൾ എടുത്തിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കും ആദ്യം, ഇങ്ങനെയൊക്കെയാണ് പരിപാടി, പിന്നെ ലാലേട്ടനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. പിന്നെ ഒരു ഓർമ്മയില് ഒരാള് വിളിച്ച് ഇതേപോലെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഏട്ടാ ഈ പാട്ട് കഴിഞ്ഞാൽ നമ്മള് ലാലേട്ടനെ പറ്റി സംസാരിക്കണം, ലാലേട്ടന്റെ പുതിയ സിനിമകൾ, ലാലേട്ടനെ ഇഷ്ടമാണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയണം. ഓക്കെ അല്ല, സെറ്റ് അല്ല, ഓക്കെ റെഡി എന്നാണ്. പാട്ട് കഴിഞ്ഞ് ലൈവിൽ കയറി, ചേട്ടാ നമസ്കാരം, നമ്മളെ കൂടെ ഒരു ആളുടെ ചേട്ടാ പേര് പറയാം, പേരൊക്കെ പറഞ്ഞു. ഇന്നിപ്പോ നമ്മൾ ലാലേട്ടനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ലാലേട്ടന്റെ വലിയൊരു ആരാധകനാണല്ലേ? ഞാൻ ലാലേട്ടന്റെ ആളെന്നല്ലേ, ആ മമ്മൂട്ടിന്റെ ആളാ. ആകെ വേർത്ത്. അല്ല, എന്നാലും മമ്മൂട്ടിന്റെ ആരാധകനാണെങ്കിലും ലാലേട്ടന്റെ സിനിമ ഞാനങ്ങനെ കാണുന്നില്ല. മമ്മൂട്ടിന്റെ പടം ഏതല്ലേ വലിയ കിടക്കണ ഇത്ര ഗ്ലാമർ ഉൾട്ടടിച്ച് ഇത് ലൈവാണല്ലോ. എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്നുള്ള എനിക്ക് കേൾക്കണ്ടത്, എങ്ങനെ ഹാൻഡിൽ ചെയ്തു. ഓക്കെ, അപ്പം ശരി, അത് ലൈനിൽ എന്തോ കുഴപ്പമുണ്ട് കേട്ടി. അങ്ങനെയൊക്കെ ഇതുപോലെ തന്നെ വേറെ മൈക്ക് ഓൺ ആക്കിയിട്ട് ഞാനും എന്റെ സുഹൃത്ത് ശൈലേഷ് ഉണ്ട്, അവനും RJ, ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കുറെ നേരം കഥ പറഞ്ഞു. രാത്രിയാണ്, അപ്പം ഈ പ്രോഗ്രാം അല്ല, ആ സമയത്ത് എനിക്ക് തോന്നുന്നു രാത്രി മറ്റേ ടൈപ്പ് സാധനങ്ങൾ പോകുന്ന ഒരു സമയം ഉണ്ടെന്നോ, ഈ സമയം അത് വേറെ അതിനെ കുറിച്ച് എനിക്കൊന്ന് കേൾക്കാം. ഇത് കഴിഞ്ഞിട്ട് അതെങ്ങനെ അതിന്റെ സംവിധാനം എങ്ങനെയാണ്? ഞാൻ അങ്ങനത്തെ ഷോ ഇതുവരെ ചെയ്തില്ല. അല്ല, എന്നാ പോലും നിങ്ങൾ എന്താണ് അല്ല അത് അനുഭവവുമായി ഒരു വല്ലാത്ത അതുണ്ടായിരുന്നു. ഇതേപോലെ ഈ ഷോ അപ്പുറം നടക്കുന്ന സമയത്ത് ഞങ്ങളെ സ്റ്റേഷനിൽ ഞാൻ ഇവനിരുന്ന് കഥ പറയാ, എന്താ ചെയ്യാ, നമ്മളിപ്പോ മറ്റൊരു ഷോ ചെയ്യണുണ്ടല്ലേ, നമ്മളിപ്പോ എങ്ങനെയാ എന്നാ അങ്ങനെയൊക്കെ ആവുക, ഇതൊക്കെ ഞങ്ങള് പറയാം. ഇത് മൊത്തം ആൾക്കാരിരുന്ന് ഓഫാക്കാൻ പറഞ്ഞില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ മണ്ടത്തരങ്ങളും, പക്ഷെ നല്ല രസമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അല്ല, അതിപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ജോലി കിട്ടുന്നതും കൂടി ആയതുകൊണ്ട് അന്നൊക്കെ എന്തുണ്ടായിരുന്നു സാലറി?
അന്നൊക്കെ റെഡ് എഫ് എമ്മിൽ 2007 2012 കാലഘട്ടമായി പറയുന്നത്. 15 രൂപ. ആ സമയത്ത് അത് നല്ലൊരു എമൗണ്ട്. പിന്നെ 2007 15 രൂപ എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട്. പിന്നെ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത് 8,000 രൂപ 7,000 രൂപ 6,000 രൂപയ്ക്ക് ആൾക്കാർ ജോലി ചെയ്യുന്ന സമയത്ത് 250 രൂപ 300 രൂപയ്ക്കൊക്കെ ഡെയിലി സമയത്ത് 15 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലോ. അല്ല, ഞാൻ കേറിയ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു 8,000 ആ റേഞ്ച് പയ്യെ ഗ്രാജുവലി. അപ്പൊ ഇതിന്റെ അനുഭവം പറഞ്ഞില്ല. ഏതാ? പ്രണയത്തിന്റെ അതൊന്നും കേൾക്കണം, അതൊന്നും എനിക്കറിയണം. അല്ല എങ്ങനെയായിരുന്നു അത്? അത് അല്ല കണ്ടിട്ടുണ്ടോ അത് ഷോ? എന്തായാലും നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ ഉണ്ടല്ലോ. ഇത് എങ്ങനെ അവതരിപ്പിക്കും? ലൈവായിട്ട് അവതരിപ്പിക്കുന്ന കാര്യമല്ലേ, അതോ എഴുതി വെച്ച് വായിക്കുവാണോ? അത് എഴുതി വെച്ച് വായിക്കുന്നവരുണ്ട്, ലൈവായിട്ട് പറയുന്നവരുണ്ട്. ലൈവായിട്ട് പറയുന്ന ആരെങ്കിലും ഓർമ്മയുണ്ടോ? ലൈവായിട്ട് പറയുന്നത് നമ്മളെ ഷോ, നമ്മളെ സ്റ്റേഷനിൽ പേരൊന്നും പറയണ്ട, നമ്മളെ സ്റ്റേഷനിൽ ഒരു ആർജ ഉണ്ട്. സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതുണ്ട്. അല്ലേ ശൈലജ എന്നൊക്കെ എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. എനിക്ക് പ്രായം 10-25 ഉള്ളെങ്കിലും എനിക്ക് അതൊക്കെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയൊക്കെ പോയടാ. അത് അല്ല അതിന്റെ അനുഭവങ്ങൾ പോയി എന്താണേലും ഇങ്ങനെ നോക്കിട്ടിരിപ്പുണ്ടായിരിക്കും. അല്ല, ആ പരിപാടിക്ക് നല്ല പിന്നെ ഉണ്ടോ അതിലേ ഉള്ളു ലിസണേഴ്സ് എന്നുള്ള ഏറ്റവും നല്ല കോള് വരും. ഒരുപാട് ആളുകൾ വേറെ അനുഭവങ്ങളും പ്രണയവും. സത്യം അവതരിപ്പിച്ചിട്ടില്ലേ? സത്യം പറഞ്ഞാൽ ഞാനധികം ഈ ക്യാരക്ടർ റോള്, നമ്മളധികം ക്യാരക്ടർ പരിപാടി ചെയ്യുന്നോണ്ട് അധികം ക്യാരക്ടർ പരിപാടികളാണ് എനിക്ക്. ക്യാരക്ടർ പരിപാടി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? അതായത് ഇപ്പം സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ശബ്ദം മാറ്റി ചെയ്യുന്ന ഷോസ് ഉണ്ട്. പിന്നെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് അടിയോടി എന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അത് നല്ല ഹിറ്റ് ആയിരുന്നു ഷോ. അതല്ല, അത് ഇപ്പൊ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും ഇരുന്ന് വീട്ടിൽ നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ പിന്നെ ഒരു ആർട്ടിസ്റ്റും കൂടി ആണ്ട് ഈസി ആയിട്ട് സാധിക്കും. അതെ. പിന്നെ ഞാൻ ആ സമയത്ത് ചെയ്തപ്പോ ഭയങ്കര ഹിറ്റായ, മലബാറിൽ ഹിറ്റായ ഒരു സാധനമായിരുന്നു ബോസെ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ബോസെ എന്ന് വിളിക്കും. ഇത് ഈ ക്യാരക്ടർ ബോസ് എന്നാണ് അറിയപ്പെടുക. അപ്പൊ നമ്മളെ കോഴിക്കോട് നടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളിലൊക്കെ ഈ ബോസ് വന്ന് ഇടപെടും. എന്നിട്ട് പറയും, നമ്മളെ കോഴിക്കോട് വല്യങ്ങാടി കൂടെ നടന്നു പോകുമ്പോ വലിയൊരു കുഴിയുണ്ട്, അതിലെ വരുന്ന വണ്ടികളൊക്കെ ആ കുഴിയിൽ ഇറങ്ങിയിട്ട് വണ്ടീന്റെ ടയറൊക്കെ വൃത്തിയാക്കിയിട്ട് പോയാൽ മതി. ഇതൊക്കെ എന്നാണ് നന്നാക്ക ബോസ്? അല്ല, ഇത് വേറെ എവിടെ ഇറക്കിയിട്ടുണ്ടല്ലോ. ഇത് എനിക്കൊന്ന് മഴവിൽ മനോരമയിൽ എവിടെ ഇറക്കിയിട്ടില്ലേ? ഇത് അത് ചില സ്കിറ്റിലൊക്കെ എവിടെയോ ഈ ട്യൂൺ എവിടെയോ കേട്ടിട്ടുണ്ട്. അത് ആ സമയത്ത് കൂടുതൽ ആളുകൾ എന്താണ് ബോസ്, അത് ഞാനാണ് ചെയ്യുന്നതെന്ന് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ട്രെൻഡായല്ലേ? സാധനമായിരുന്നു. പിന്നെ അതേപോലെ മലബാർ ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതായത് മലബാറിലെ ഇപ്പൊ ലോക്കലി സംസാരിക്കുന്ന ചില വാക്കുകൾ ഉണ്ടാവും. എടാ കള്ളൻ കൊള്ളുമ്പക്കൂടെ കീഞ്ഞ് പാഞ്ഞാഞ്ഞി, അത് വടകര ഭാഗത്തേക്ക് പറയുന്നത്. കള്ളൻ കൊള്ളുമ്പക്കൂടെ കീഞ്ഞ് പാഞ്ഞാഞ്ഞി. അപ്പൊ ഒരാളേക്കും എങ്ങനെ? അതായത് ഒരു മോഷ്ടാവ് ഒരു മതിലിന് മുകളിലൂടെ ഓടിപ്പോയി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് അതിന്റെ വൈൻഡപ്പ്. അപ്പൊ അങ്ങനെ ലോക്കല് ഭയങ്കര സ്വീപ്പാണല്ലോ ഇഷ്ട. എങ്ങനെ? അതായത് വലിയ പ്രശ്നമാണല്ലോ സുഹൃത്തെ എന്നാണ് ഉദ്ദേശിച്ചത്. മലയാളി വൽക്കരിച്ച് അതൊക്കെ ഭയങ്കര ആ സമയത്ത് ഭയങ്കര ഹിറ്റായ പരിപാടികൾ. പിന്നെ ഒരു ചായ രണ്ട് കടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അത് പിന്നെ ഒരു മണക്കു അമ്മാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും അവിടുത്തെ ഒരു ജോലി. മണക്കു അമ്മാവൻ സാബു അണ്ണനാന്ന് തോന്നുന്നു, തിരുവനന്തപുരം. സാബു ചേട്ടനായിരുന്നു അത് ചെയ്ത്. ഞാൻ അവിടുത്തെ അസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ ഞങ്ങള് അന്നത്തെ വൈകുന്നേരങ്ങളിൽ അന്ന് സംഭവിച്ച വിഷയങ്ങളൊക്കെ ആ ചായക്കടയിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അധികം ക്യാരക്ടർ ഷോയാ. അപ്പം അത് ക്യാരക്ടർ പരിപാടിയിൽ അന്നും. പിന്നെ ഈ ചില ഗെയിം ഷോസ് ഒക്കെ ചെയ്യും. അതായത് അത് രാവിലെ കത്തി നമ്പർ 1 എന്ന് പറയുന്നത്. അത് നമ്മൾ ഇപ്പൊ ടങ് ട്വിസ്റ്റർ ഒക്കെ പറയിപ്പിക്കുക. അത് ചുമ്മാ ഈ എന്താ പറയണ്ടേ, എന്റർടൈൻമെന്റ്, ഫണ്ണി എന്റർടൈൻമെന്റ്. അതൊക്കെയായിരുന്നു നമ്മളൊരു. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് ശേഷം എനിക്കൊന്ന് അതിനുശേഷം നേരെ മഴവിൽ മനോരമയിലേക്ക് പോകാം? അല്ല, ഞാൻ ഈ ശരിക്കും റേഡിയോയിൽ വരുന്നതിന് മുമ്പ് കുറച്ചു കാലം പിന്നെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് പോയി. സാംസങ്ങിന്റെ ഒരു ഷോറൂമിലായിരുന്നു കുറെ കാലം. അന്ന് ഈ പിന്നെ ഫ്രിഡ്ജ് വിൽക്കാനും വാഷിംഗ് മെഷീന്റെ ഓണത്തിന്റെ തിരക്കൊക്കെ വരുന്ന സമയത്ത്. പക്ഷെ ഇനി നമ്മളത് എത്ര ചെയ്ത് നമ്മളെ മൈൻഡ് ഇതല്ലാത്തോണ്ട് അതായത് അതിനകത്ത് വിഷയം എന്താണെന്നറിയോ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലേ? ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കത് സന്തോഷത്തിൽ ചെയ്യാൻ പറ്റും.
കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴേ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി അല്ല എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ പോലെ നമ്മളിങ്ങനെ ചെയ്യാം. പക്ഷെ അന്ന് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോഴും കണക്ഷനിലുള്ള ആൾക്കാർ, സൗഹൃദങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് ഒരു സംതൃപ്തി, ആത്മസംതൃപ്തി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതില്ല. ഇത് പണത്തിന് വേണ്ടി മാത്രമായിരിക്കും, പക്ഷെ ഇത് പണത്തിന് വേണ്ടി മാത്രമല്ല അല്ലേ. അങ്ങനെയാണ് ഞാൻ റേഡിയോയിൽ എത്തിയത്. അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. അതിന് ശേഷമാണ് പിന്നെ മഴവിൽ മനോരമ ബ്രേക്ക് ത്രൂ അവിടെയാണ് അല്ലെ കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നതും മുഖം ഒന്ന് ഫെമിലിയർ ആവുന്നു. തീർച്ചയായും. അപ്പൊ നമുക്ക് ആ കഥയിലേക്ക് വരാം. നിങ്ങൾ 5 പേര് സത്യം പറഞ്ഞാൽ ഞാനന്ന് 5 പേരുടെ പേര് തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഹരീഷ് കണാരൻ, നിർമ്മൽ പാലായി, പ്രദീപേട്ടൻ, സിറാജിക്ക, ദേവേട്ടൻ. സിറാജിക്ക നമ്മുടെ മുടി സിറാജിക്ക. അതെ. ഞങ്ങൾ 5 പേരായിരുന്നു ടീം. പക്ഷെ അത് കൂടാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അന്ന് കബീർക്ക ഉണ്ടായിരുന്നു, നിസാർ മലയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ആളുകളുണ്ട്, നവാസ്, അങ്ങനെ കുറെ ആളുകളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ടീം ബെൽറ്റ് ആയിട്ട് നമ്മള് പോവാ സത്യം പറഞ്ഞ പേടിയായിരുന്നു. കാര്യം പരിപാടി കോമഡി മാസ്റ്റേഴ്സ് എന്തായിരുന്നു പരിപാടി? കോമഡി ഫെസ്റ്റിവൽ. യെസ്. അതായത് നമ്മുടെ മരിച്ചുപോയ എന്താ സുധിച്ചേട്ടൻ അല്ല, നമ്മുടെ സുധിച്ചേട്ടനല്ലോ, നമ്മുടെ സിദ്ദീഖ് അതിന്റെ ശേഷമാണോ ഒന്നല്ല വരുന്നത്. ആദ്യം തൊട്ട് സിദ്ദീഖ ഉണ്ട്. സിദ്ദീഖായും ഗിന്നസ് ബക്രു ചേട്ടനും ഉർവശി ചേച്ചിയും. ഞാനൊക്കെ കണ്ടോണ്ടിരുന്ന പ്രോഗ്രാം. പിന്നെ ഞാനൊക്കെ കണ്ടിന്യൂസ് ഇരുന്ന് കാണുമായിരുന്നു. നിങ്ങളുടെ മറ്റേ പ്രോഗ്രാം ഒക്കെ ഉണ്ടല്ലോ, എന്നെ നമ്മള് കാണണ്ടേ, അതൊക്കെ ഹിറ്റ് സാധനമല്ലായിരുന്നു. അതൊക്കെ എനിക്ക് നല്ലപോലെ ഓർക്കുന്നുണ്ട്. അതൊക്കെ സൂപ്പർ സ്റ്റാർ സാധനമായിരുന്നു. അല്ല, അതൊക്കെ ഇവിടെ ശരിക്കും ഉണ്ടായ സംഭവങ്ങളാണ്. അതൊക്കെ ശരിക്കും ഉണ്ടായി. നിങ്ങളൊക്കെ നിങ്ങളിപ്പോ ജീവിതത്തിൽ നിന്ന് തന്നെ ഉൾക്കൊണ്ട് എഴുതിയിരിക്കുന്ന സാധനങ്ങളാണ്. ജീവിതം തന്നെ ഭയങ്കര കോമഡി അല്ലേ? അതൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കാണണ്ടേ, പിന്നെ അത് എത്രയോ ട്രോളുകളിൽ വന്ന് ബ്രസീലൊക്കെ തോറ്റ ഇപ്പോഴും ഓടുന്നുണ്ടോ സാധനം എന്നുള്ള ഇലക്ഷൻ കാലഘട്ടം. അതൊന്നും ഒരു 2 വരി. അല്ല, ഞാൻ പറയുന്നതിനേക്കാൾ രസം നിർമ്മലേട്ടന്റെ സാധനം. അതെ, പിന്നെ കാണണ്ടേ ആ സാധനം. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ. 10ാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കൂട്ടി തട്ടിയിട്ട് ഇങ്ങനെ പറയാൻ അതെന്നാ സാധനമായിരുന്നല്ലേ. അതെനിക്ക് ഇന്നും അത് കേട്ട ചിരി എന്നുള്ള. അതൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഒരു നീന്തൽ അറിയാത്ത വെള്ളത്തിൽ വീണാൽ തട്ടിപ്പടിക്കുന്ന എല്ലാം എങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത കുറെ സാധനമാണ്. ഇന്നും എവർഗ്രീൻ ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ള. തീർച്ചയായും. അല്ലെ, നിങ്ങളുടെ ടീമിന്റെ ഒരു ഐക്കോണിക് സാധനം അതാണ് ഓർക്കുന്ന സാധനം. എന്താ പറയാ, എല്ലാരുടെ നാട്ടിലും എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവും. പറഞ്ഞു ചിരിക്കാൻ പറ്റിയ, അല്ല പൊട്ടിച്ചിരിക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ടോ. അത് ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കൂടെ കൂട്ടി യോജിപ്പിച്ച് സ്കിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പരിപാടിയാണ്. ഈ കോമഡി താരങ്ങളുടെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. കാരണം മനുഷ്യനെ ചിരിപ്പിക്കാന്ന് പറയുന്നത് ഏറ്റവും പാട് അല്ലെ, ഏറ്റവും ബുദ്ധിമുട്ട്. ഒരു മനുഷ്യനെ കരയിപ്പിക്കാൻ ഈ പറയുന്ന പാടില്ല, പക്ഷെ ചിരിപ്പിക്കാൻ അതുമല്ല. നമ്മളിപ്പോ ഒരു പ്രാവശ്യം പറഞ്ഞ കോമഡി പിന്നെ പറഞ്ഞ ചളിപ്പ പിന്നെ കഴിയുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും പുതിയത് കണ്ടെത്തുക വലിയൊരു ടാസ്ക്. അപ്പൊ നമുക്ക് നിങ്ങൾ 5 പേര് എങ്ങനെ ഒരുമിച്ച് കൂടുന്നത് എങ്ങനെയാ? ഇത് എങ്ങനെയാണ് വിളി വരുന്നത്? ആരിലേക്ക് ആദ്യം വിളി വരുന്നത്? ഫസ്റ്റ് ഇത് നമ്മളെ അന്ന് മനോരമ പേപ്പറിൽ ഇതിന്റെ ഒരു ഓഡീഷന്റെ ന്യൂസ് വന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ആർജയാണ് FM വർക്ക് ചെയ്യാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ദേവേട്ടൻ ഇതേപോലെ പറഞ്ഞിങ്ങനെ മഴവിൽ മനോരമയിലൊരു ഓഡിഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മളൊരു ഫ്രണ്ട് സനലേട്ടനുണ്ട്, നിർമ്മലൊക്കെ നാട്ടുകാരൻ, നിർമ്മലിന്റെ ഫ്രണ്ട്. അപ്പൊ സനലേട്ടനാണ് ഇങ്ങനെ ഒരു ഓഡീഷന്റെ സംഭവം. അപ്പൊ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ സ്റ്റേജിൽ കൂടെയാണ് പരിചയം. അതാ ഞാൻ ചോദിക്കുന്നത്. അതെങ്ങനെ സ്റ്റേജിലേക്ക് എങ്ങനെയാണ് ആദ്യത്തെ? എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഇതിപ്പോ ഞാൻ താമസിക്കുന്നത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലാണ്. ഒളവണ്ണ പഞ്ചായത്തിലാണ് പിന്നെ നിർമ്മലുള്ളത്, ഞാനുള്ളത്, ദേവട്ടൻ തൊട്ടടുത്ത പെരുമണ്ണ പഞ്ചായത്താണ്, ഹരീഷും പെരുമണ്ണ പഞ്ചായത്ത്. അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാരും ഉണ്ട്. അതില് സിറാജ് ഖാൻ മാത്രമാണ് പയ്യോളി കുറച്ച് ദൂരത്തുള്ളത്. ബാക്കി ഞങ്ങളൊക്കെ ഒരേ അയൽവാസികൾ. അതെ. അപ്പൊ ഇങ്ങനെ പ്രോഗ്രാമുകൾ, ക്ലബിന്റെ വാർഷികം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോ ഇതേപോലെ ഞങ്ങൾ കാണും, ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യും. അങ്ങനെ ആ ഒരു ബന്ധം ആദ്യം മുതലേ ഉണ്ട്. പിന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി വന്നതും അതിന്റെ ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കോള് വന്നു. പണ്ട് ഞങ്ങളെ ഈ നമ്മൾ ഈ സ്റ്റേജ് ഒക്കെ ഇങ്ങനെ
ചോദിച്ചു വാങ്ങുന്ന ഒരു സമയത്ത്, മിമിക്രിയൊക്കെ തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ ഈ ഹരീഷിന്റെ നാട്ടിൽ പെരുമണ്ണ പണ്ടൊരു പ്രോഗ്രാം, അപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിയൊരു പരിപാടിയാണ്. അപ്പൊ അന്ന് ഇതേപോലെ നാടകം, ഒരു ഏകാംഗ നാടകം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ പ്രോഗ്രാം. അപ്പം ഈ ഇത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരാളുണ്ടാവില്ല, നാടകം കഴിഞ്ഞാൽ എല്ലാവരും എണീറ്റ് പോകും. പിന്നെ നമ്മളെ പരിപാടിയാണ് ആളുണ്ടാവില്ല. അപ്പൊ ഞാനൊക്കെ അന്ന് വളരെ ചെറുതാണ്. അപ്പൊ ഞാൻ സംഘാടകരോട് വെച്ച് ഇങ്ങനെ ഞങ്ങളെ ഈ പരിപാടിന്റെ മുമ്പൊന്നും ആക്കി തരാൻ പറ്റും, രണ്ടുപേരെ കാണിക്കാൻ നല്ല ആളും ഉണ്ട്. അപ്പൊ ഒരു ആഗ്രഹത്തിന്റെ ഒരു കാരണം അത് നാടകത്തിന്റെ ആളോട് ചോദിക്കേണ്ടി വരും. ആള് സമ്മതിക്കുകയാണെങ്കിൽ ചെയ്യാം. അങ്ങനെ ഈ നാടകത്തിന്റെ ആളോട് ഞാൻ പോയി ചോദിച്ചു, ഏട്ടാ അങ്ങനെ ഞങ്ങള് ചെറിയ സ്കിറ്റ് ഒരു 10-15 മിനിറ്റ് പരിപാടി ഉണ്ടാവും, നിങ്ങളെ നാടകത്തിന്റെ മുമ്പൊക്കെ അയച്ചു. ഇവര് പറഞ്ഞ കുഴപ്പമില്ല, പാവം തോന്നിയിട്ടുണ്ടാവും, ഇവര് ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഇവര് പറഞ്ഞാ കുഴപ്പമില്ല, ചെയ്തോട്ടെ, പിള്ളേരല്ലേ, ചെയ്തോട്ടെ. അങ്ങനെ പരിപാടി തുടങ്ങി. അപ്പൊ ആദ്യം നമ്മൾ ഈ സ്റ്റാർസിനെ അനുകരിച്ച് തുടങ്ങും. അതാവുമ്പോ എന്താ വെച്ചാൽ ആളുകളൊന്ന് പിടിച്ചിരുത്താൻ കയ്യടി പരിപാടി നമ്മളെ കയ്യിലാവും. പിന്നെ സ്കിറ്റ് പാളിയാലും അതിന് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ സ്റ്റാറും ഫിഗറും. അപ്പൊ സ്റ്റാർ ചെയ്തു. അന്നൊക്കെ ഞാൻ ചെയ്യാം, പിന്നെ KTS പടന്നയിൽ, അങ്ങനൊക്കെ. KTS പടന്നയിൽ എന്ന് പറയുമ്പോ അപ്പൊ അതൊക്കെ ചെയ്യും. അങ്ങനെ ഈ ഇതിന്റെ ഇടയ്ക്ക് ഫിഗർ ഷോ എന്ന് പറഞ്ഞ സംഭവം, അന്നൊക്കെ സഖാവ് VS അച്യുതാനന്ദൻ ഫിഗർ ചെയ്യാന്ന് പറഞ്ഞാൽ വൻ കയ്യടിയാ. ചാനൽ ഷോയിലൊക്കെ നമ്മളെ മനോജ് ഗിന്നസിന്റെ ഒക്കെ ഫിഗർ കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ആ പരിപാടി, അങ്ങനെ സഖാവ് VS അച്യുതാനന്ദന്റെ ഫിഗർ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പം ഇത് ഫിഗർ ചെയ്യുന്ന നമ്മളെ കൂടെയുള്ള ഒരാളാണ്. അപ്പൊ ഇവൻ ഫിഗറായിട്ട് വന്നു. പക്ഷെ സഖാവ് വരുന്ന പാട്ട് പറഞ്ഞ മന്മദരാസ അന്നത് ഐറ്റം ഡാൻസ് ലെവലിലുള്ള പാട്ടാണ്. ഇതിന് ആള് ഡാൻസ് ചെയ്ത് വന്നു. പെട്ടെന്ന് മുമ്പ് നിർത്തണോ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ടോ. അതാണോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താന്നറിയില്ല. അത് നമ്മളെ കൂടെ ഉള്ള ഒരു സുഹൃത്താണ്. എന്നിട്ട് ഈ നിർത്തണ എന്ന് പറഞ്ഞതും ഓർമ്മയുണ്ട്. ഇത് കർട്ടൻ പിടിച്ച ആളെ കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കർട്ടൻ താഴെ പോയി. പിന്നെ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ സ്റ്റേജിന്റെ ബാക്കിൽ കുറെ ആൾക്കാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വരുന്നതാ. ഞങ്ങൾ അവിടുന്ന് ഓൺ ദ സ്പോട്ടില് കൂട്ടായി. അപ്പൊ ഇത് വലിയൊരു പാടത്തിന്റെ നടുക്കാണ് ഈ പരിപാടി നടക്കുന്നത്. അതായത് VS പറഞ്ഞ സത്യം മുന്നേ പിടിച്ചിട്ടില്ല അവർക്ക്. അതൊരു കാര്യം. ഈ കോപ്രായം കൂടെ ആയപ്പോ അത് കാര്യം തമാശയാ. അതും മുഖ്യമന്ത്രി അല്ല, ആ സമയത്ത് പ്രതിപക്ഷ നേതാവായിരിക്കും അല്ലെ, പ്രതിപക്ഷ നേതാവ്. ഈ വയലിന്റെ നടുക്കൂടെ, ഞങ്ങൾ വയലിന്റെ നടുക്കാനുള്ള പരിപാടി. ഞങ്ങളിങ്ങനെ ഓടുമ്പോ ഞങ്ങളെ മുമ്പിൽ ഒരാൾ ഓടണേ കിരീടൊക്കെ വെച്ചിട്ട്. ഈ പാവ ഏകാംഗ നാടകം കളിക്കേണ്ട ആളാ ഞങ്ങള്, കാരണം ആ പരിപാടി പൊട്ടി. അതെ, ഞങ്ങളെക്കാളും പോലും അമ്മാര് ഓട്ടം ഓടിയാലോ ഇടി കിട്ടിയാനെ കൺഫേം. അതാണ് ഉറപ്പല്ലേ. വേറെ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇടി കിട്ടിയ അനുഭവം? അല്ല, ഇടി കിട്ടിയ അനുഭവങ്ങളൊന്നുമില്ല. ഉണ്ടല്ലേ പറയല്ലോ അങ്ങനെയല്ല. ദൈവം സഹായിച്ച അങ്ങനെ ഒരു അനുഭവം എവിടെ ഉണ്ടായില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ചിലപ്പോ അവിടുത്തെ എന്തെങ്കിലും പ്രാദേശിക പ്രശ്നങ്ങൾ കാരണം ചിലപ്പോ നമ്മളെ പരിപാടി മനഃപൂർവ്വം പൊട്ടിക്കാൻ വേണ്ടി വരുന്ന ചില ആളുകൾ ഉണ്ടാകും. പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ. പക്ഷെ ദൈവം സാധിച്ചു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നേ വരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. വിജയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഇടിയേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അത് ഒന്നാമത്തെ പരിപാടി തന്നെ മുഞ്ചിന്നുള്ള നമ്മള് ചാൻസ് വെച്ചൊരു പരിപാടി ആയിപ്പോയി. അങ്ങനെയൊക്കെ കുറെ. എന്നിട്ട് അതിനുശേഷമാണ് ആ സമയത്തൊക്കെ ഇവരെല്ലാം നിങ്ങളൊക്കെ ഒറ്റ ഗ്യാങ്ങാ? അല്ല, അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനും ഹരീഷ് ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. ഞാനും നമ്മളെ എന്റേതായിട്ടുള്ള കുറച്ച് ടീമുകൾ ഉണ്ടായിരുന്നു. മനീഷ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളങ്ങനെ മബിൻ എന്റെ കസിനാണ്. അപ്പൊ ഞങ്ങളൊക്കെ കൂടെയാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പരിപാടിയായിട്ട് പോയിരുന്നത്. പിന്നെയാണ് അതിനുശേഷം ഞാൻ റേഡിയോയിൽ കയറുന്നതും. അതിനുശേഷം ഈ മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവലിലേക്ക് ഞങ്ങൾ 5 ആളുകൾ പോയി. അതിന്റെ കോഴിക്കോടായിരുന്നു ഫസ്റ്റ് ഓഡിഷൻ. അത് കഴിഞ്ഞ് പിന്നെ എറണാകുളത്ത് ഓഡിഷനിൽ പങ്കെടുത്തു.
അത് കഴിഞ്ഞ് പിന്നെയൊക്കെ സംഭവിച്ചത് ചരിത്രം. അതെ, അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫൈനലിസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഫൈനലിൽ ഉണ്ടായിരുന്നു. കപ്പടിച്ചത് എനിക്ക് തോന്നുന്നത് പാഷാണ് ഷാജിയുടെ ടീമാ, സുധിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള പാഷാണ് ഷാജിയേട്ടൻ. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം ഞാൻ സത്യം പറഞ്ഞ എനിക്ക് അന്ന് സിനിമ ഭയങ്കര ഒരു ക്രൈസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ ആരും അറിയാതെ കോഴിക്കോട് നിന്ന് എറണാകുളത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അത് ലീവൊക്കെ എടുത്ത് സിനിമയാണ് നമ്മളെ പാഷൻ. എനിക്ക് ഏകദേശം ജോലി ഒരു 5 വർഷമായപ്പോ തന്നെ മടുത്തു തുടങ്ങി. കാരണം നമ്മളൊരു കയറിന്റെ മുകളിൽ കെട്ടിയിട്ട പോലത്തെ അവസ്ഥയാണ്, ഒരു കുറ്റിയിൽ അടിച്ചിട്ട പോലെ നമ്മളിങ്ങനെ കറങ്ങുന്ന. അപ്പൊ ഞാൻ ഇതൊന്നൊന്ന് സ്വിച്ച് ചെയ്താൽ മാറിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കോള് വരുന്നത്. അപ്പൊ പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല, ഞാൻ അതിലേക്ക് മാറി. അപ്പൊ നമ്മൾ എങ്ങനെ മുഖം ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാന്ന് ആലോചിക്കുമ്പോൾ മഴവിൽ മനോരമ കറക്റ്റ്. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു മഴവിൽ മനോരമ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാം ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്ത് ഉടനെയുള്ള പ്രോഗ്രാം ഒന്ന് ജൂനിയർ ഐഡല്, അതുപോലെ എന്താ വെറുതെ ഒരു ഭാര്യ, വെറുതെ അല്ല ഭാര്യ, ഇന്ത്യൻ വോയിസ് ആയിരുന്നു. ഇന്ത്യൻ അത് തന്നെ, സോറി ജൂനിയർ അല്ല, ഇന്ത്യൻ വോയിസ്, വെറുതെ അല്ല ഭാര്യ, അതുപോലെ കോമഡി ഫെസ്റ്റിവൽ. ഇതൊക്കെയാണ് പ്രധാനമായും മറിമായം. അതിനൊപ്പം തന്നെ മറിമായം, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് വരുന്നത്. ഒരു അവസരം, നല്ലൊരു അവസരം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ പിന്നെ ആ സമയത്തുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം. അതെങ്ങനെയാണ്? പ്രണയമാണോ? അതല്ല, അതിലെ വിറ്റ് വേറെ ഒന്നുമല്ല. അപ്പൊ ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇടയിൽ കൂടെ, പക്ഷെ അതിൽ വളരെ സങ്കടകരമായ കാര്യം ഞാൻ പഠിച്ചവനെ, ഇനിയും വേറെ മരണം വല്ലതാണ്. ഞാനൊരു കല്യാണം കഴിച്ചു. അതെന്താ സംഭവിച്ചത്? അത് സങ്കടകരമായ എനിക്കറിയണ്ടേ. ഞാനൊരു 10 വർഷം പ്രേമിച്ചു, അതിന് ശേഷമാണ് ചേച്ചി കാണാൻ കണ്ടു വെച്ചി അപ്പൊ 10 വർഷം ശക്തമായ പ്രണയമായിരുന്നു. ഒരു +2 കാലഘട്ടം മുതൽ പ്രണയം. അവൾക്ക് ബുദ്ധി ഉറക്കുന്നതിന് മുമ്പേ ഞാൻ തുടങ്ങിയൊരു ബുദ്ധി ഉറച്ചിരുന്നെങ്കിൽ കഴിയുന്ന പോയാനാ. എന്തായാലും പറഞ്ഞു ചിരിക്കും നമ്മുടെ പ്രണയത്തിൽ എന്തെങ്കിലും നല്ലൊരു മുഹൂർത്തം, എന്തെങ്കിലും ഓർമ്മകൾ ചേച്ചി ഒന്നാമത് അത് സങ്കടപ്പെടുത്തുന്ന ഓർമ്മയാന്ന് പറഞ്ഞു. ഇനിയിപ്പോ നല്ല 2 വാക്കും കൂടി പറഞ്ഞിട്ടെങ്കിൽ ഉണ്ടല്ലോ, അത് പറഞ്ഞേ. അത് ചേച്ചിയുടെ പേര് സോണിയ എന്നാണ്. സോണിയ ചേച്ചിയുടെ സോണിയ പോരട്ടെ, എന്നടി ഉറപ്പ്, കൺഫേം ആയി, ഇറങ്ങുമ്പോ കൺഫേമാ. അതെ, എങ്ങനെയാണ് ഓർമ്മ? അല്ല, അതൊക്കെ നല്ല രസമുള്ള ഓർമ്മയായിരുന്നു. കാരണം +2 കഴിഞ്ഞു, അത് കഴിഞ്ഞൊരു 3 വർഷം ഡിഗ്രിക്ക് ചേർന്ന് ഗുരുവായൂരപ്പൻ കോളേജിലായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഒരു 5 സമയത്താണ് ചേച്ചിനെ കാണുന്നതും കണ്ടുമുട്ടുന്നതും. ഞാൻ +2 തന്നെ പരിചയപ്പെട്ടു, പ്രേമമായി. പിന്നെ അത് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞു. എങ്ങനെ പ്രേമമായി അത് പറയാം, എങ്ങനെ അവതരിപ്പിക്കുന്നത്? അതൊക്കെ എനിക്ക് പ്രണയം ഭയങ്കര ഇഷ്ടമാണ്. പ്രണയം കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പ്രായത്തിന്റെ ആയിരിക്കും, ഇപ്പൊ ഇഷ്ടമില്ല പ്രണയം ഒന്നും പറയാൻ താല്പര്യമില്ല. റിയാലിറ്റിയിലേക്ക് വന്നോണ്ട് താല്പര്യം. എന്നാലും പറയാം, ഓർത്തിരിക്കാൻ നല്ല രസമല്ലേ, നൊസ്റ്റല്ലേ. നമ്മളിങ്ങനെ ബസ് ഇറങ്ങിയിട്ട് സ്കൂളിലേക്ക് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ നടക്കണം. ചാലപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് സാമൂഹ്യ സ്കൂൾ ഇറങ്ങി 1.5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് നമ്മളന്ന് ഇങ്ങനെ ഒരു കലാകാരൻ, ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലില് കുട്ടികൾക്കൊക്കെ അറിയാം. സ്കൂളിലൊരു ജനകീയൻ, എന്താണ് സുഖല്ലേ, ആ ഒരു ലെവലിൽ പോകുന്ന സമയത്താണ് അങ്ങനെ ഒരു മാൻപേടയെ പോലെ ഒരു കുട്ടിയെ കണ്ടു. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടു, തുറന്നു പറഞ്ഞു ഐ ലവ് യു. ഐ ലവ് യു അതെപ്പോ പറഞ്ഞു എന്നോട്? അതെപ്പോ പറഞ്ഞു? അത് എപ്പോഴോ ഒരു സമയത്ത് പറഞ്ഞു. ആദ്യം തന്നെ അംഗീകരിച്ചോ അതോ ആദ്യം തന്നെ താല്പര്യം ഇല്ല എന്നുള്ള രീതി? ഇതിനേക്കാളും നല്ല കുട്ടികളെ കിട്ടും, നീ ഇപ്പോൾ സ്കൂളിലെ ഒരു സ്റ്റാറാണ്, നിനക്ക് കുറച്ചുകൂടെ നല്ല കുട്ടികളെ കിട്ടും. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാ പിന്നെ കുഴപ്പമില്ല, നിങ്ങളെ പാടായി. നമ്മള് ഒരു 2 ദിവസം മൈൻഡ് ചെയ്യാതൊക്കെ മസിൽ പിടിച്ചൊക്കെ നടന്നു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് സെന്റിമെന്റൽ വർക്ക്ഔട്ട് ആവുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ വീഴ്ത്തിയെടുത്ത് ഇപ്പം നിലവിൽ എത്ര കുട്ടികൾ? ഇപ്പൊ നിലവിൽ 2 കുട്ടികൾ വളരെ സന്തോഷത്തോടെ സന്തോഷകരമായിട്ട് പോകുന്നു. അല്ല, ഞാൻ ഈ സങ്കടകരമായ കാര്യം ഒന്നും പറഞ്ഞല്ലോ. അല്ല, അതെന്തായാലും വിടും. അല്ല, അതെന്താ സംഭവം അത് പറയാ. ഞാന് കല്യാണം കഴിക്കുമ്പോ ഞാൻ ജോലിയുള്ള ആളാണ്, ആർജയാണ്. എന്റെ ആദ്യത്തെ മകള് പിറന്നതിന് ശേഷമാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. അതൊരു വലിയ വെല്ലുവിളിയാണ്. കാര്യം സാമ്പത്തികം, സാലറി ഉണ്ടായിരുന്ന ഒരു ജോലി ഒഴിവാക്കിയിട്ട് നമ്മളൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാം. അതെ, ഈ റിയാലിറ്റി ഷോയിൽ പോകുമ്പോ അവിടെ സാലറി ഇല്ല,
അവിടെ സാലറി ഉണ്ട്, പക്ഷെ അത് നമുക്ക് എത്ര കാലം മുന്നോട്ടൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. എങ്കിലും ഞാൻ ചോദിക്കുന്നത് 15 രൂപ കൂടുതൽ കിട്ടുമായിരുന്നോ? കിട്ടേണ്ടതാണല്ലോ അത്യാവശ്യം. അത് നമ്മൾ ടീമല്ലേ, എല്ലാരും കൂടി വീതിച്ചു ഷെയർ ചെയ്ത്. എങ്ങനെയായിരുന്നു അവിടെ അറിയാൻ മേലാത്തോട്ട് ചോദിക്കുന്നത്? അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു രീതി? എങ്ങനെയായിരുന്നു? അല്ല, അത് സാമ്പത്തികം 5 പേര് ഒരു ഷെഡ്യൂളിന് ഒരു പേയ്മെന്റ് ഉണ്ട്. എങ്ങനെയാണത്? അത് എനിക്ക് ഓർമ്മയില്ല, കറക്റ്റ് പേയ്മെന്റ് ഓർമ്മയില്ല. അങ്ങനെ അപ്പൊ നമ്മള് ജോലി ഒഴിവാക്കി റിയാലിറ്റി ഷോക്ക് പോവാന്ന് പറയുന്നത് ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ അതായത് കഞ്ഞിമുടി മുട്ടുന്ന കേസ് പോരാത്തന്നെ ഒരു കുട്ടി ഉണ്ടായിട്ട് 1-2 മാസമായിട്ട് ഇവൻ എന്താ പ്രാന്താണോന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. ജോലി ഒഴിവാക്കി പോവാ. പക്ഷെ സപ്പോർട്ട് അല്ല, അവർക്കറിയത്തില്ലല്ലോ നമ്മുടെ ആഗ്രഹവും പാഷനും എന്താന്നുള്ള അറിയത്തില്ല. അതല്ല ഈ ഫീൽഡിന് ഒരു പ്രശ്നമാണ്.